ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പനീർ ടിക്കയാണ് ഉണ്ടാക്കാൻ പോണത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്നാക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിൽ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ജീരകപ്പൊടി, 1/2 ടീസ്പൂണ് ചാട്ട് മസാല, 1/2 ടീസ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് കടലമാവ്, 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും 2 ടീസ്പൂണ് എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തൈരിൽ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കണം. ഇതിന് ശേഷം പനീർ, ക്യാപ്സിക്കം ഏത് കളറായാലും കുഴപ്പമില്ല, പിന്നെ വലിയ ഉള്ളി എല്ലാം ഇതുപോലെ അരിഞ്ഞെടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാല ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് മെല്ലനെ തന്നെ ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ പനീർ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതിനെ മാറ്റി വയ്ക്കുക. അരമണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും ക്യാപ്സിക്കം ഉള്ളിയും ഇതുപോലെയുള്ള വുഡൻ സ്റ്റിക്കിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഇല്ലെങ്കിൽ ടൂത്ത് പിക്ക് കൊണ്ടും നമുക്കിതുപോലെ ചെയ്യാം. സാധാരണ ഈ ഒരു റെസിപ്പി മൈക്രോവേവിൽ ഗ്രില്ല് ചെയ്തെടുക്കാറുള്ളത്. മൈക്രോവേവ് എല്ലാ വീട്ടിലും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് പാനിൽ വെച്ച് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പാനിൽ എണ്ണ നല്ലോണം സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ക്യാപ്സിക്കവും പനീറും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം റോസ്റ്റായി കഴിയുമ്പം പിന്നെ വേറെ ഭാഗത്തോട്ട് തിരിച്ചിടുക. അങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മളിതിനെ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ഹാഫ് കുക്ക്ഡ് ആയിരിക്കും. കുറച്ച് കടിക്കാനായിട്ട് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടമാവും. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പനീർ ടിക്ക തയ്യാറായിട്ടുണ്ട്. തുടർന്നും ഈ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക.